നമസ്കാരം. ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പര പുരോഗമിക്കവേ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുകയാണ്. 5 മത്സര പരമ്പരയിലെ 3 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇന്ത്യ 2-1 പരമ്പരയിൽ മുന്നിലാണ്. 4-ാം മത്സരം പൂനെയിൽ നടക്കാനൊരുങ്ങവേ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ വിശ്വാസം നഷ്ടമായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ പല പ്രധാന താരങ്ങളും നിരാശപ്പെടുത്തുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസന്റെ പ്രകടനമാണ്. ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറികളോടെ കസറിയ സഞ്ജുവിൽ വലിയ പ്രതീക്ഷയായിരുന്നു ടീമിനുണ്ടായിരുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജുവിന്റെ കണക്ക് കൂട്ടൽ പാളുകയായിരുന്നു. ആദ്യ മത്സരവും 2-ാം മത്സരവും പോട്ടെ എന്ന് വയ്ക്കാം, 3-ാം മത്സരത്തിലും സഞ്ജു അത് തുടരുകയായിരുന്നു. മോശം പ്രകടനം തുടരുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ 26 റൺസും 2-ാം മത്സരത്തിൽ 3 റൺസും 3-ാം മത്സരത്തിൽ 5 റൺസിലുമാണ് സഞ്ജു പുറത്തായത്. ഇതോടെ സഞ്ജുവിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജോഫ്ര ആർച്ചറിനെതിരെ തുടർച്ചയായാണ് സഞ്ജു പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ബോൾ കെണിയിലാണ് സഞ്ജു പ്രധാനമായും വീഴുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ സഞ്ജു നടത്തിയ ശ്രമങ്ങളെല്ലാം പാളുകയുമായിരുന്നു. ആർച്ചറുടെ അതിവേഗ പന്തുകളെ നേരിടാൻ പ്ലാസ്റ്റിക് പന്തിലടക്കം സഞ്ജു പരിശീലനം നടത്തിയെങ്കിലും ഇതൊന്നും മത്സരത്തിൽ ഉപകരിച്ചില്ല. 4-ാം T20 പൂനെയിൽ നടക്കാനിരിക്കെ സഞ്ജു ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ തന്നെ ഇനി എന്ത് ചെയ്യും, എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്ലാസ്റ്റിക് പന്തിലെ സഞ്ജു സാംസന്റെ പരിശീലനം താരത്തിന് ഗുണം ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. 3-ാം T20യിലും ആർച്ചറിന്റെ ഷോർട്ട് പന്ത് കെണിയിൽ സഞ്ജു പുറത്താവുകയായിരുന്നു. ഇതോടെ വലിയ സമ്മർദ്ദത്തിലാണ് സഞ്ജു ഒരുപക്ഷെ 4-ാം T20യിലേക്ക് എത്തിപ്പെടുക. സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിവേഗ പേസിൽ സഞ്ജു പതറുന്നു, അതായത് ന്യൂ ബോളിൽ സഞ്ജുവിന് കണക്ക് കൂട്ടാൻ സാധിക്കുന്നില്ല പന്തിന്റെ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിനെ 4-ാം നമ്പറിലേക്ക് മാറ്റാനായിരിക്കും ഇന്ത്യയുടെ തീരുമാനം. സഞ്ജു ഷോർട്ട് ബോളിൽ പുൾ ഷോട്ടാണ് 4-ാം മത്സരത്തിന് മുമ്പായി പരിശീലനം നടത്തിയത്. തന്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞ് സഞ്ജു കഠിനമായി തന്നെ ഷോർട്ട് ബോളിൽ പുൾ ഷോട്ട് പരിശീലനം നടത്തുന്നുണ്ട്. സഞ്ജുവിന് വരുന്ന 2 മത്സരങ്ങളും വളരെ വളരെ നിർണായകമാണ്. ഇതിലും നിരാശപ്പെടുത്തിയാൽ സഞ്ജുവിനെ ടീമിൽ നിന്ന് തഴഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ മോശം ഫോമിൽ തുടർന്നാൽ തഴയാൻ അവരും നിർബന്ധിതരാകും. സഞ്ജു സാംസണ് പിഴയ്ക്കുന്നത് ഷോട്ട് തിരഞ്ഞെടുപ്പിലാണെന്നതാണ് പ്രമുഖരടക്കം അഭിപ്രായപ്പെടുന്നത്. സഞ്ജു സാംസൺ ക്രീസിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഈ തന്ത്രം ഫലം കണ്ടിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജുവിന്റെ ഈ ശ്രമം പാളി. അതിന് കാരണം ഇംഗ്ലണ്ട് താരങ്ങളുടെ അതിവേഗ പേസാണ്. ജോഫ്ര ആർച്ചറും മാർക്ക് വുഡും 145-ന് മുകളിൽ വേഗത്തിലാണ് പന്തെറിയുന്നത്. ഷോർട്ട് പന്തുകളിൽ സഞ്ജു ബാക്ക് ഫൂട്ടിൽ കളിക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായ ടൈമിംഗ് ലഭിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ക്യാച്ച് ഔട്ടായി പുറത്താകുന്നു. സഞ്ജു ആർച്ചറെ നേരിടുമ്പോൾ കൂടുതലും ക്രീസിൽ നിന്ന് കളിക്കുന്നതാണ് നല്ലത്. സഞ്ജു പുൾ ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ കട്ട് ഷോട്ടുകൾക്ക് ശ്രമിക്കണം എന്നാണ് കെവിൻ പീറ്റേഴ്സൺ അടക്കമുള്ള വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. നിലവിലെ സഞ്ജുവിന്റെ ഷോട്ട് തിരഞ്ഞെടുപ്പിൽ പോരായ്മയുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ സഞ്ജു സാംസനെ മാത്രം വേട്ടയാടരുത് എന്നും പറയേണ്ടിയിരിക്കുന്നു. സഞ്ജുവിനേക്കാൾ നിരാശപ്പെടുത്തുന്നത് നായകൻ സൂര്യകുമാർ യാദവാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിക്കുന്ന സൂര്യയ്ക്ക് വലിയ സ്കോർ നേടാനാകുന്നില്ല. അഭിഷേക് ശർമ്മ ഒരു 50 നേടിയെങ്കിലും കഴിഞ്ഞ 2 മത്സരത്തിലും അൻപേ പരാജയമാണ്. മധ്യനിരയിലെ താരങ്ങൾക്കും ഫോം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ മാത്രം ഒതുക്കാൻ ശ്രമിച്ചാൽ അത് അനീതിയാകുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അടുത്ത 2 മത്സരത്തിൽ കൂടി സഞ്ജുവിനെ ഗംഭീർ പിന്തുണയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിലും സഞ്ജു പരാജയപ്പെട്ടാൽ പിന്നെയുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം.